ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. സിനിമ കണ്ട് ഇംഗ്ലീഷ് പഠിക്കാം ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ പ്രശസ്ത സംവിധായകൻ ജെയിംസ് കാമറോന്റെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടുള്ള അവതാർ ആണ്. ഈ സിനിമയിലെ സ്റ്റോറിയും സംഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 2100 കാലഘട്ടമാണ്. സിനിമയിലെ നായകൻ ജേക്ക് സുള്ളി ഒരു വീൽ ചെയറിലാണ് കഴിയുന്നത്. അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പരിക്ക് പറ്റി ഓപ്പറേഷനിടെ കാലുകൾ തളർന്നു പോയതാണ്. കാല് ശരിയാക്കാൻ വലിയൊരു തുക ആവശ്യമാണ്. പക്ഷെ അത്രയും പണം കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതം മടുത്ത് വളരെ വിഷമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളുടെ അടുത്തേക്ക് രണ്ടുപേര് വരികയാണ്. ജേക്ക് സുള്ളിയുടെ ഇരട്ട സഹോദരനായിട്ടുള്ള ടോമി എന്ന് വിളിക്കുന്ന ടോം സുള്ളി മരിച്ചു എന്നുള്ള കാര്യം ഇവർ ജേക്ക് സുള്ളിയുടെ അടുത്ത് പറയുകയാണ്. ശാസ്ത്രജ്ഞനായ അവൻ ഞങ്ങളുടെ ഒരു മിഷന് വേണ്ടി തയ്യാറായിരുന്നതാണെന്നും അവന് വേണ്ടി ഞങ്ങൾ ഒരുപാട് പണം ഇറക്കിയിട്ടുണ്ടെന്നും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. നിനക്ക് കഴിയുമെങ്കിൽ ആ ജോലി നിനക്ക് ഏറ്റെടുക്കാമെന്നും ജേക്ക് സുള്ളി അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി വലിയൊരു തുകയും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതിരുന്ന ജേക്ക് സുള്ളി ഈ അസൈൻമെന്റ് ഏറ്റെടുക്കുകയാണ്. അവർ ആ മിഷന് വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും അവനെ പാണ്ടോറ എന്ന് പറയുന്ന വാസയോഗ്യമായിട്ടുള്ള, അതായത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഉപഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പാണ്ടോറയിൽ അനൊപ്റ്റേനിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ധാതുക്കളുണ്ട്. അത് കുഴിച്ചെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് RDA, അതായത് ദ റിസോഴ്സസ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന മൈനിങ് മേഖലയിലേക്കാണ് ജേക്ക് സുള്ളിനെ കൊണ്ടുപോകുന്നത്. ഒരു ബഹിരാകാശ പേടകത്തിൽ 5 വർഷത്തോളം യാത്ര ചെയ്ത് അവരവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഓഫീസർ പറയുകയാണ്, യു വിൽ ബി ഹംഗ്രി, യു വിൽ ബി വീക്ക്, ഇഫ് യു ഫീൽ നോസിയ പ്ലീസ് യൂസ് ദ സാക്സ്. യു വിൽ ബി ഹംഗ്രി, അതായത് നിങ്ങൾക്ക് വിശക്കും. യു വിൽ ബി വീക്ക്, നിങ്ങൾ ക്ഷീണിക്കും. വീക്ക് എന്ന് വെച്ചാൽ ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന. ഇഫ് യു ഫീൽ നോസിയ പ്ലീസ് യൂസ് ദ സാക്സ്. നോസിയ എന്ന് പറഞ്ഞാൽ ഛർദി അല്ലെങ്കിൽ ഓക്കാനം. സാക്ക് എന്ന് പറഞ്ഞാൽ വലിയ സഞ്ചി അല്ലെങ്കിൽ ചാക്കിനെയൊക്കെയാണ് സാക്ക് എന്ന് പറയുന്നത്. ഇഫ് യു ഫീൽ നോസിയ പ്ലീസ് യൂസ് ദ സാക്സ്. നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുവെങ്കിൽ ദയവായി വലിയ സഞ്ചി ഉപയോഗിക്കുക. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. ഭൂമിയിലെ പോലെയല്ല, മാസ്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ 20 സെക്കൻഡിനുള്ളിൽ അബോധാവസ്ഥയിലാവുകയും 4 മിനിറ്റിനുള്ളിൽ മരിക്കുകയും ചെയ്യും. ഓഫീസർ വീണ്ടും പറയുകയാണ്, ലെറ്റ്സ് നോബഡി ബി ഡെഡ് ടുഡേ, ലെറ്റ്സ് നോബഡി ബി ഡെഡ് ടുഡേ. ഇന്ന് ആരും മരിക്കാതിരിക്കട്ടെ. അവിടെ സെക്യൂരിറ്റി ചീഫ് ഓഫീസറായിട്ടുള്ള കേണൽ മൈൽസ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഓൺ പാൻഡോറ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യു ആർ ഓൺ പാൻഡോറ. നിങ്ങൾ പാൻഡോറയിലാണ്. റെസ്പെക്ട് ദാറ്റ് ഫാക്ട് എവറി സെക്കൻഡ് ഓഫ് എവറി ഡേ. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ലെങ്കിൽ മാനിക്കുക. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം അല്ലെങ്കിൽ വസ്തുത. റെസ്പെക്ട് ദാറ്റ് ഫാക്ട് എവറി സെക്കൻഡ് ഓഫ് എവറി ഡേ. എല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും ആ വസ്തുതയെ മാനിക്കുക. പാണ്ടോറയെ അത്ര നല്ല രീതിയിലൊന്നുമല്ല കേണൽ മൈൽസ് അവർക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇഫ് ദർ ഇസ് എ ഹെൽ, ഹെൽ എന്ന് പറഞ്ഞാൽ നരകം. ഇഫ് ദർ ഇസ് എ ഹെൽ, ഒരു നരകമുണ്ടെങ്കിൽ യു മൈറ്റ് വാണ്ട് ടു ഗോ ദെയർ ഫോർ സം ആഫ്റ്റർ എ ടൂർ ഓൺ പാൻഡോറ. പാൻഡോറയിലെ ഒരു ടൂറിന് ശേഷം അല്പം വിശ്രമത്തിനായി നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിച്ചേക്കാം. അത്രയും ഭീകരമായിട്ടാണ് പാൻഡോറയെക്കുറിച്ച് പറയുന്നത്. യു മൈറ്റ് വാണ്ട് ടു ഗോ ദെയർ, നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിച്ചേക്കാം. ഫോർ സം ആറാൻഡർ. ആറാൻഡർ എന്ന് വെച്ചാൽ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ജോലിയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ എ ടൂർ ഓൺ പാൻഡോറ, പാൻഡോറയിലെ ഒരു ടൂറിന് ശേഷം. ഔട്ട് ദെയർ ബിയോണ്ട് ദാറ്റ് ഫെൻസ്, അവിടെ പുറത്ത് ആ വേലിക്കപ്പുറം അല്ലെങ്കിൽ ആ മതിലിനപ്പുറം. ഫെൻസ് എന്ന് പറഞ്ഞാൽ മതിൽ അല്ലെങ്കിൽ വേലി. എവറി ലിവിങ് തിങ് ദാറ്റ് ക്രോൾസ്, ഫ്ലൈസ് ഓർ സ്ക്വാഡ്സ് ഇൻ ദ മഡ് വാണ്ട്സ് ടു കിൽ യു ആൻഡ് ഈറ്റ് യുവർ ഐസ്. ചെളിയിൽ ഇഴയുകയോ പറക്കുകയോ പതുങ്ങുകയോ ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളും നിങ്ങളെ കൊന്ന് കണ്ണുകൾ തിന്നാൻ ആഗ്രഹിക്കുന്നു. എവറി ലിവിങ് തിങ്, എല്ലാ ജീവജാലങ്ങളും. ദാറ്റ് ക്രോൾസ്, ക്രോൾ എന്ന് വെച്ചാൽ ഇഴയുക. ഫ്ലൈസ്, ഫ്ലൈ പറക്കുക. സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ പറ്റിക്കിടക്കുക അല്ലെങ്കിൽ പതുങ്ങുന്ന. എവറി ലിവിങ് തിങ് ദാറ്റ് ക്രോൾസ്, ഫ്ലൈസ് ഓർ സ്ക്വാഡ്സ് ഇൻ ദ മഡ്. മഡ് എന്ന് പറഞ്ഞാൽ ചെളി. ചെളിയിൽ ഇഴയുകയോ പറക്കുകയോ പതുങ്ങുകയോ ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളും. വാണ്ട്സ് ടു കിൽ യു ആൻഡ് ഈറ്റ് യുവർ ഐസ്, നിങ്ങളെ കൊന്ന് കണ്ണുകൾ തിന്നാൻ ആഗ്രഹിക്കുന്നു. ഇനി കേണൽ അവരുടെ അടുത്ത് നാവികളെക്കുറിച്ച് പറയുകയാണ്. വി ഹാവ് ആൻ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഓഫ് ഹ്യൂമനോയിഡ്സ് കോൾഡ് ദ നാവി. നാവി എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനെ പോലെയുള്ള ഒരു പരമ്പരാഗത ജനവിഭാഗമുണ്ട്. ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അല്ലെങ്കിൽ സ്വദേശിയായ. പോപ്പുലേഷൻ ജനസംഖ്യ, ജനസമൂഹം അല്ലെങ്കിൽ ജനവിഭാഗം. ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ കാണാൻ മനുഷ്യനെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യനെ പോലെയുള്ള ജന്തു. വി ഹാവ് ആൻ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഓഫ് ഹ്യൂമനോയിഡ്സ് കോൾഡ് ദ നാവി. വീണ്ടും അവരെക്കുറിച്ച് പറയുകയാണ്, ദേ ആർ ഫോണ്ട് ഓഫ് ആരോസ് ഡിപ്ഡ് ഇൻ എ ന്യൂറോടോക്സിൻ. ന്യൂറോടോക്സിനിൽ മുക്കിയ അമ്പുകൾ അവർക്ക് ഇഷ്ടമാണ്. ന്യൂറോടോക്സിൻ എന്ന് പറഞ്ഞാൽ നാഡികളെ ബാധിക്കുന്ന വിഷവസ്തു. They are fond of arrows dipped in a neurotoxin.
ഡിപ്പ് എന്ന് പറഞ്ഞാൽ മുക്കുക. ദാറ്റ് വിൽ സ്റ്റോപ്പ് യുവർ ഹാർട്ട് ഇൻ 1 minute. അത് 1 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തെ നിർത്തും. അതായത് ഈ അമ്പ് കൊണ്ടാൽ 1 മിനിറ്റിനുള്ളിൽ മരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നല്ല ബലമുള്ള അസ്ഥികളുണ്ട്, അവരെ കൊല്ലാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ദേ ആർ വെരി ഹാർഡ് ടു കിൽ. അവരെ കൊല്ലാൻ വളരെ പ്രയാസമാണ്. വീണ്ടും പറയുകയാണ്, സെക്യൂരിറ്റി തലവൻ എന്ന നിലയിൽ നിങ്ങളെ ജീവനോടെ നിലനിർത്തേണ്ടത് എൻ്റെ ജോലിയാണ്. പക്ഷെ എനിക്ക് എല്ലാവരെയും ജീവനോടെ നിലനിർത്താൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, നിങ്ങൾ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഫ് യു വിഷ് ടു സർവൈവ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. യു നീഡ് ടു കൾട്ടിവേറ്റ് എ സ്ട്രോങ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. കൾട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ നട്ടു വളർത്തുക. ആറ്റിറ്റ്യൂഡ് മനോഭാവം. യു നീഡ് ടു കൾട്ടിവേറ്റ് എ സ്ട്രോങ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. നിങ്ങളൊരു ശക്തമായ മനോഭാവം അല്ലെങ്കിൽ മനസ്ഥിതി വളർത്തിയെടുക്കേണ്ടതുണ്ട്. യു ആർ ഗോട്ട് ടു ഒബേ ദ റൂൾസ്. റൂൾ നിയമം. ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. യു ആർ ഗോട്ട് ടു ഒബേ ദ റൂൾസ്. നിങ്ങൾ നിയമങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കണം. പാൻഡോറ റൂൾസ്. പാൻഡോറ നിയമങ്ങൾ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജേക്ക് ബയോ ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറകിലൂടെ ഒരാൾ വന്നിട്ട്, എക്സ്ക്യൂസ് മീ ജേക്ക്, യു ആർ ജേക്ക് റൈറ്റ്, ടോംസ് ബ്രദർ. നിങ്ങൾ ജേക്ക് അല്ലേ, ടോമിൻ്റെ സഹോദരൻ? വാവ്, യു ലുക്ക് ജസ്റ്റ് ലൈക്ക് ഹിം. നിങ്ങൾ അവനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. ഇതിനിടയിൽ അയാളെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. സോറി, ഐ എം നോം സ്പെൽമാൻ. ഐ വെൻറ്റ് ത്രൂ അവതാർ ട്രെയിനിങ് വിത്ത് ഹിം. ഞാൻ നോം സ്പെൽമാൻ ആണ്. ഞാൻ അവൻ്റെ കൂടെ അവതാർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതായത് ടോമിൻ്റെ കൂടെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവതാർ ഡ്രൈവറുകളാണെന്നൊക്കെ നോം പറയുന്നുണ്ട്. അങ്ങനെ അവർ ബയോ ലാബിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് ജേക്ക് അവതാറുകളെ കാണുകയാണ്. പാൻഡോറയിൽ താമസിക്കുന്നവരുടെ അതേ രൂപമാണ്, പക്ഷെ അത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. നാവികളുടെയും മനുഷ്യരുടെയും DNA മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാളുടെ DNA വെച്ചാണോ ആ അവതാർ സൃഷ്ടിച്ചിട്ടുള്ളത്, അയാൾക്ക് ആ അവതാറിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 വർഷം ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ജേക്കിൻ്റെ സഹോദരൻ ടോം മരിച്ചു പോകുന്നത്. ടോമിന് വേണ്ടിയിട്ടും ഒരു അവതാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ടോം ഇല്ലാത്തതുകൊണ്ടാണ് അതേ DNA ഉള്ള ജേക്കിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ്സ് യുവേഴ്സ്. നിങ്ങളുടേത് അവിടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജേക്കിന് ഒരു അവതാറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജേക്ക് പറയാണ്, ലുക്സ് ലൈക്ക് ഹിം. അവനെപ്പോലെ തോന്നുന്നു, അതായത് ടോമിനെ പോലെ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പം നോം പറയും, നോ, ഇറ്റ് ലുക്സ് ലൈക്ക് യു. അല്ല, ഇത് നിങ്ങളെപ്പോലെയാണ്. ദിസ് ഈസ് യുവർ അവതാർ നൗ ജേക്ക്. ജേക്ക്, ഇതിപ്പോൾ നിങ്ങളുടെ അവതാറാണ്. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കി വെക്കുന്ന ശീലമുണ്ട് ജേക്കിന്. അങ്ങനെ ജേക്ക് അന്നത്തെ കാര്യങ്ങളും വീഡിയോ ആക്കി വെക്കുകയാണ്. ഈ സമയത്ത് അവതാർ പ്രോഗ്രാമിൻ്റെ ഹെഡായിട്ടുള്ള ഗ്രേസ് വരികയാണ്. ജേക്കിനെ ഗ്രേസിന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് പറയുകയാണ്, ഐ നോ ഹൂ യു ആർ ആൻഡ് ഐ ഡോണ്ട് നീഡ് യു. ഐ നീഡ് യുവർ ബ്രദർ. നീ ആരാണെന്ന് എനിക്കറിയാം. ഐ നോ ഹൂ യു ആർ. എനിക്ക് നിന്നെ ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് യു. എനിക്ക് നിൻ്റെ സഹോദരനെ വേണം. ഐ നീഡ് യുവർ ബ്രദർ. ഹീസ് ഡെഡ്. അവൻ മരിച്ചു എന്ന് ജേക്സ് പറയുകയാണ്. ഹീസ് ഡെഡ്. 3 വർഷം ഈ മിഷന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ് ടോം. ജേക്കിനാണെങ്കിൽ ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്രേസ് ചോദിക്കുകയാണ്, ഹൗ മച്ച് ലാബ് ട്രെയിനിങ് ഹാവ് യു ഹാഡ്? നിങ്ങൾക്ക് എത്ര ലാബ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്? അപ്പോൾ ജേക്ക് പറയും, ഐ ഡൈസെക്റ്റഡ് എ ഫ്രോഗ് വൺസ്. ഡൈസെക്റ്റ് എന്ന് വെച്ചാൽ മുറിക്കുക അല്ലെങ്കിൽ കീറി പരിശോധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ ഡൈസെക്റ്റഡ് എ ഫ്രോഗ് വൺസ്. ഞാൻ ഒരിക്കൽ ഒരു തവളയെ കീറി പരിശോധിച്ചിട്ടുണ്ട്. ഫ്രോഗ്, തവള. ഇത് കേട്ട് ദേഷ്യത്തിൽ ഗ്രേസ് പോവുകയാണ്. ഗ്രേസ് പോകുന്നത് അവിടുത്തെ ഹെഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പാർക്കറിനെ കാണാനാണ്. പാർക്കർ പറയും, ഇവനെ കിട്ടിയത് തന്നെ ഭാഗ്യം. ഇവനൊരു ഇരട്ട സഹോദരൻ ഉള്ളതുകൊണ്ടല്ലേ നേരത്തെ ഉണ്ടാക്കിയ അവതാറിൻ്റെ DNA മാച്ച് ചെയ്യുന്ന ഒരാളെ കിട്ടിയത്. നമ്മൾ ഈ ഗ്രഹത്തിൽ വന്നിട്ടുള്ളത് അനൊപ്റ്റീനിയം കുഴിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിന് 1 കിലോയ്ക്ക് $20 മില്യൺ വില. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നാവികൾ താമസിക്കുന്ന മരത്തിൻ്റെ താഴെയാണ് അനൊപ്റ്റേനിയ ഉള്ളത്. അവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മളവരെ ഭാഷ പഠിക്കാനായി സ്കൂൾ കൊടുത്തു, റോഡ് കൊടുത്തു, എന്നിട്ടൊന്നും അവർ ഒഴിഞ്ഞു പോയില്ല. ഇനി ജേക്കിനെ വെച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ മനസ്സ് മാറ്റി പതിയെ ഓടിക്കണം. ജേക്കിന് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ മിലിറ്ററി എക്സ്പീരിയൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാർക്കർ ഗ്രേസിനെ കൺവിൻസ് ചെയ്യുകയാണ്. അടുത്ത ദിവസം അവതാറുകളെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേസ് ഓരോരുത്തർക്കും അവരുടെ സ്പേസ് കൊടുക്കുകയാണ്. ജേക്കും കൂടെയുള്ളവരും മെഷീനിൽ കയറി കിടക്കും. ഗ്രേസ് അവന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് മെഷീൻ ഓൺ ചെയ്യും. അവതാറും മനുഷ്യനുമായുള്ള DNA കണക്ട് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് ജേക്ക് കണ്ണ് തുറക്കുമ്പോൾ അവന് കാലുകളൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടാവും. ഈ സന്തോഷത്തിൽ ആരും പറയുന്നത് കേൾക്കാതെ അവൻ ഇറങ്ങി ഓടാൻ നോക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആർ യു ഫീലിംഗ് എനി നംനെസ് ഓർ പെയിൻ? നിങ്ങൾക്ക് എന്തെങ്കിലും മരവിപ്പോ വേദനയോ തോന്നുന്നുണ്ടോ? നംനെസ് എന്ന് വെച്ചാൽ മരവിപ്പ്, പെയിൻ വേദന. നിങ്ങൾക്ക് എന്തെങ്കിലും മരവിപ്പോ വേദനയോ തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ പറയുന്നുണ്ട്, യു ആർ നോട്ട് റെഡി ഫോർ ഇറ്റ്. നിങ്ങൾ അതിന് തയ്യാറല്ല. അതായത് ആ പുതിയ ശരീരം ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ജേക്കിന് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ജേക്കിന് പുതിയ ശരീരം നല്ല രീതിയിൽ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓടി ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് ഗ്രേസ് ഇറങ്ങി വരുന്നുണ്ടാവും. അങ്ങനെ ഗ്രേസും ഒരു അവതാറാണെന്ന് ജേക്കിന് മനസ്സിലാവും. രാത്രി എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അവർ വീണ്ടും സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ജേക്ക് മെഷീനിൽ നിന്ന് ഇറങ്ങുകയാണ്.
കേണൽ മൈൽസ് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ജേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ചിട്ട് ട്രൂഡി എന്ന് പറയുന്ന ഒരു പൈലറ്റിനെയും പരിചയപ്പെടുന്നുണ്ട്. കേണൽ ജേക്കിനോട് പറയും, ഐ വാണ്ട് യു ടു ലേൺ ദീസ് സാവേജസ് ഫ്രം ദി ഇൻസൈഡ്. ഈ ക്രൂരന്മാരെ നിങ്ങൾ ഉള്ളിൽ നിന്ന് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാവേജ് എന്ന് പറഞ്ഞാൽ ക്രൂരൻ അല്ലെങ്കിൽ കാട്ടാളൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നാവികളെ കുറിച്ചാണ്. ഐ വാണ്ട് യു ടു ഗെയിൻ ദെയർ ട്രസ്റ്റ്. നിങ്ങൾ അവരുടെ വിശ്വാസം നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗെയിൻ എന്ന് പറഞ്ഞാൽ നേടുക, ട്രസ്റ്റ് വിശ്വാസം. നാവികളെ പറഞ്ഞ് മനസ്സിലാക്കിയൊന്നും അവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല എന്നും ആക്രമണത്തിലൂടെ മാത്രമേ അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കേണൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഗ്രേസിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടതെന്ന് ജേക്ക് ചോദിക്കുന്നുണ്ട്. കേണൽ പറയും, ഗ്രേസിന്റെ കൂടെ ഒരാളായിട്ട് തന്നെ നടക്കുക, ബട്ട് യു റിപ്പോർട്ട് ടു മീ. പക്ഷേ നീ എനിക്ക് റിപ്പോർട്ട് ചെയ്യുക. ക്യാൻ യു ഡു ദാറ്റ് ഫോർ മീ സൺ? എനിക്ക് വേണ്ടി അത് ചെയ്യാമോ മകനെ? ശരി, ചെയ്യാന്ന് ജേക്ക് പറയും. അപ്പോൾ കേണൽ പറയും, വെൽ ഓൾ റൈറ്റ് ദെൻ. അപ്പോൾ ശരി. വെൽ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഫില്ലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആലോചിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ. വീണ്ടും കേണൽ പറയുകയാണ്, യു ഗെറ്റ് മീ വാട്ട് ഐ നീഡ്. എനിക്ക് ആവശ്യമുള്ളത് നീ തരിക. ഐ സീ യു ടു ഇറ്റ് യു ഗെറ്റ് യുവർ ലെഗ്സ് ബാക്ക് വെൻ യു റൊട്ടേറ്റ് ഹോം. നിങ്ങൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ തിരികെ ലഭിക്കാൻ ഞാൻ നിങ്ങളെ കാണും. യുവർ റിയൽ ലെഗ്സ്, നിങ്ങളുടെ യഥാർത്ഥ കാലുകൾ. അപ്പോൾ ജേക്ക് പറയും, ദാറ്റ് സൗണ്ട്സ് റിയൽ ഗുഡ് സർ. അത് നന്നായി തോന്നുന്നു സർ. അങ്ങനെ കേണൽ ഒരു റോബോട്ടിൻ്റെ അകത്ത് കയറിയിട്ട് പോവുകയാണ്. ഇത് നാവികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടാണ്. അടുത്ത ദിവസം അവരെല്ലാവരും മെഷീനിൽ കയറി അവതാറുകളായി മാറി നാവികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ജേക്ക് ഒരു പ്രത്യേക തരം ചെടി കാണും. അതിലവൻ തൊട്ടു നോക്കുമ്പോൾ തൊട്ടാവാടി ചെടി പോലെ അത് ഓരോന്നും ചുരുങ്ങിപ്പോവും. പെട്ടെന്നൊരു ഭീകരനായ ജീവി അങ്ങോട്ട് വരും. ജേക്ക് അതിനെ വെടിവെക്കാൻ നിൽക്കുമ്പോൾ ഗ്രേസ് പറയും, ഡോണ്ട് ഷൂട്ട്, ഡോണ്ട് ഷൂട്ട്, യുൽ പിസ് ഹിം ഓഫ്. നീ അവനെ പ്രകോപിപ്പിക്കും, അല്ലെങ്കിൽ നീ അതിനെ ചൊടിപ്പിക്കും. വീണ്ടും ഗ്രേസ് പറയുകയാണ്, ഇറ്റ്സ് എ ടെറിട്ടോറിയൽ ത്രെറ്റ് ഡിസ്പ്ലേ, ഡു നോട്ട് റൺ ഓർ ഹിൽ ചാർജ്. ഇതൊരു പ്രാദേശിക ഭീഷണി പ്രകടനമാണ്, ഓടരുത്, അവൻ ആക്രമിക്കും. ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ, ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി അല്ലെങ്കിൽ അപായ മുന്നറിയിപ്പ്, ഡിസ്പ്ലേ പ്രകടനം അല്ലെങ്കിൽ പ്രദർശനം. ഇറ്റ്സ് എ ടെറിട്ടോറിയൽ ത്രെറ്റ് ഡിസ്പ്ലേ. ഇതൊരു പ്രാദേശിക ഭീഷണി പ്രകടനമാണ്. ഡു നോട്ട് റൺ, ഓടരുത്, ഓർ ഹിൽ ചാർജ്. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ആക്രമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹീൽ ചാർജ്, അവൻ ആക്രമിക്കും. അപ്പോൾ ജേക്ക് ചോദിക്കുകയാണ്, സോ വാട്ട് ഡു ഐ ഡു? ഡാൻസ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതിനൊപ്പം ഡാൻസ് ചെയ്യണോ? സോ വാട്ട് ഡു ഐ ഡു? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഡാൻസ് വിത്ത് ഇറ്റ്, അതിനോടൊപ്പം ഡാൻസ് ചെയ്യണോ? അപ്പോൾ ഗ്രേസ് പറയും, ജസ്റ്റ് ഹോൾഡ് യുവർ ഗ്രൗണ്ട്. നിലത്ത് പിടിക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഹോൾഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത് ഓടിപ്പോകരുത്, അതിന് ധൈര്യത്തോടെ നേരിടുക എന്നുള്ള അർത്ഥത്തിലാണ്. ജസ്റ്റ് ഹോൾഡ് യുവർ ഗ്രൗണ്ട്. ജേക്കിൻ്റെ അടുത്തേക്ക് അത് വരികയാണ്. അപ്പോൾ ജേക്ക് അലറിക്കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. ആ ജീവി പേടിച്ച് പുറകിലേക്ക് മാറും. തന്നെ പേടിച്ചാണ് അത് പുറകിലേക്ക് പോയെന്ന് കരുതി ജേക്ക് അതിനെ കുറേ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ജേക്കിൻ്റെ പുറകിലുള്ള വേറൊരു ജീവിയെ കണ്ടാണ് അത് പുറകോട്ട് പോയത്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജേക്കിനത് മനസ്സിലാവും. ആദ്യം അത് ആ ജീവിയെ ആക്രമിക്കാൻ പോയെങ്കിലും പിന്നെ തിരിഞ്ഞ് ജേക്കിൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ ജേക്ക് ഗ്രേസിനോട് ചോദിക്കും, സോ വാട്ട് അബൌട്ട് ദിസ് വൺ? റൺ, ഡോണ്ട് റൺ, വാട്ട്? അപ്പോൾ ഇതിൻ്റെ കാര്യമോ? ഓടണോ വേണ്ടയോ? അപ്പോൾ ഗ്രേസ് പറയും, റൺ, ഡെഫിനറ്റ്ലി റൺ. തീർച്ചയായും ഓടും. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായി. ഇതിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി അവസാനം ജേക്ക് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചാടും. അവിടുന്ന് നീന്തി ജേക്ക് ഒരു സ്ഥലത്തെത്തും. തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് അവൻ സ്വന്തമായിട്ടൊരു ആയുധമൊക്കെ ഉണ്ടാക്കും. നാവികളിലെ ഒരു പെൺകുട്ടി മരത്തിൻ്റെ മുകളിലിരുന്ന് അവനെ കാണുന്നുണ്ട്. അവൾ അവനെ അമ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു അപ്പൂപ്പൻ താടി പോലെ എന്തോ ഒന്ന് ആ അമ്പിൽ വന്നിരിക്കും. അങ്ങനെ അവൾ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ്. വൈകുന്നേരം പോകുന്നവരെ അന്വേഷിച്ചിട്ടും ജേക്കിനെ കാണാത്തത് കൊണ്ട് ഗ്രേസും കൂടെയുള്ളവരും അവിടുന്ന് പോകും. രാത്രിയാകുമ്പോൾ കുറേ മൃഗങ്ങൾ ജേക്കിനെ ആക്രമിക്കാൻ വേണ്ടി വരും. ജേക്കും പറ്റുന്ന പോലെയൊക്കെ അവരെ തിരിച്ച് ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ജേക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെ വരികയാണ്. അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ആക്രമിച്ച് ജേക്കിനെ അവൾ രക്ഷിക്കും. ഈ പെൺകുട്ടിയുടെ പേര് നെയ്തേരി എന്നാണ്. ജേക്ക് നെയ്തേരിയുടെ പുറകെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ജേക്ക് പറയും, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ താങ്ക്സ് ഫോർ കില്ലിങ് ദോസ് തിങ്സ്. ഇവിടെ തിങ് എന്ന് പറയുന്നത് ജന്തു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ താങ്ക്സ് ഫോർ കില്ലിങ് ദോസ് തിങ്സ്. ആ ജന്തുക്കളെ കൊന്നതിന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നെയ്തേരി പക്ഷേ ദേഷ്യത്തിൽ അവനെ അടിച്ചുകൊണ്ട് പറയുകയാണ്, ഡോണ്ട് താങ്ക്, നന്ദി പറയരുത്. യു ഡോണ്ട് താങ്ക് ഫോർ ദിസ്, നീ ഇതിന് നന്ദി പറയരുത്. ദിസ് ഈസ് സാഡ്, വെരി സാഡ് ഓൺലി. ദിസ് ഈസ് സാഡ്, ഇത് ദുഃഖകരമാണ്. വെരി സാഡ് ഓൺലി, വളരെ ദുഃഖം മാത്രം. ജേക്ക് സോറി പറയുകയാണ്, ഐ എം സോറി. അപ്പോൾ നെയ്തേരി പറയും, ഓൾ ദിസ് ഈസ് യുവർ ഫോൾട്ട്, ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ്. ദേ ഡിഡ് നോട്ട് നീഡ് ടു ഡൈ, അവർ മരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജേക്ക് ചോദിക്കും, മൈ ഫോൾട്ട്, ദേ അറ്റാക്ക് മീ, എൻ്റെ തെറ്റാണോ? അവർ എന്നെ ആക്രമിച്ചു. നെയ്തേരി ദേഷ്യത്തിൽ പറയും, യുവർ ഫോൾട്ട്, നിന്റെ തെറ്റ്. യു ആർ ലൈക്ക് എ ബേബി,
നീ ഒരു കുഞ്ഞിനെ പോലെയാണ്. മേക്കിംഗ് നോയ്സ്, ശബ്ദമുണ്ടാക്കുന്നു. ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ മൃഗങ്ങളൊക്കെ ഇത്ര ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ എന്നെ സേവ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ രക്ഷിച്ചതെന്ന് ജേക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെയ്തിരി പറയും, യു ഹാവ് എ സ്ട്രോങ് ഹാർട്ട്, നിനക്ക് ശക്തമായ ഹൃദയമുണ്ട്. നോ ഫിയർ, പേടിയില്ല. ബട്ട് സ്റ്റുപ്പിഡ്, ഇഗ്നോറൻറ്റ് ലൈക്ക് എ ചൈൽഡ്, പക്ഷേ മണ്ടൻ. സ്റ്റുപ്പിഡ്, മണ്ടൻ. ഇഗ്നോറൻറ്റ് ലൈക്ക് എ ചൈൽഡ്, അറിവില്ലാത്തൊരു കുട്ടിയെ പോലെ. ഇഗ്നോറൻറ്റ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത. അപ്പോൾ ജേക്ക് പറയും, വെൽ ഇഫ് ഐ എം ലൈക്ക് എ ചൈൽഡ് ദെൻ, ശരി ഞാനൊരു കുട്ടിയെ പോലെയാണെങ്കിൽ, ലുക്ക് മേ ബി യു ഷുഡ് ടീച്ച് മീ, നോക്കൂ നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. യു ഷുഡ് ടീച്ച് മീ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. അപ്പം നെയ്തിരി പറയും, സ്കൈ പീപ്പിൾ കനോട്ട് ലേൺ, യു ഡു നോട്ട് സീ. മനുഷ്യരെ നാവികൾ സ്കൈ പീപ്പിൾ എന്നാണ് പറയുന്നത്, അതായത് ആകാശത്തിലെ ആളുകൾ. ആകാശത്തിലെ ആളുകൾക്ക് പഠിക്കാൻ കഴിയില്ല. സ്കൈ പീപ്പിൾ കനോട്ട് ലേൺ, യു ഡു നോട്ട് സീ, നിങ്ങൾ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സീ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ജേക്ക് പറയും, വെൽ ദെൻ ടീച്ച് മീ ഹൗ ടു സീ, ശരി അപ്പോൾ എന്നെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കൂ. ഇത് കേട്ട് നെയ്തിരി പറയും, നോ വൺ ക്യാൻ ടീച്ച് യു ടു സീ, ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ കഴിയില്ല. വീണ്ടും ജേക്ക് പുറകെ ചെല്ലുകയാണ്. ലുക്ക് കമോൺ, കാൻ വി ടോക്ക്, നോക്കൂ വരൂ. ലുക്ക് കമോൺ, കാൻ വി ടോക്ക്, നമുക്ക് സംസാരിക്കാൻ കഴിയില്ലേ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, സേ വേർ ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഡോക്ടർ അഗസ്റ്റിൻ സ്കൂൾ. വേർ ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്? ഡോക്ടർ അഗസ്റ്റിൻ സ്കൂൾ, അതായത് ഗ്രേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രേസ് അഗസ്റ്റിൻ, ഗ്രേസ് അഗസ്റ്റിൻ്റെ സ്കൂളിൽ നിന്നാണോ പഠിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഇതിനിടയിൽ ജേക്ക് താഴെ വീഴാൻ പോവും. നെയ്തിരി അവനെ പിടിച്ചുകൊണ്ട് പറയും, യു ആർ ലൈക്ക് എ ബേബി, നീ ഒരു കുട്ടിയെ പോലെയാണ്. ജേക്ക് പറയും, ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിന്റെ സഹായം വേണം. ടേക്ക് മീ വിത്ത് യു, എന്നെ കൂടെ കൊണ്ടുപോകൂ. പക്ഷെ നെയ്തിരി പറയും, നോ, ഗോ ബാക്ക്, മടങ്ങിപ്പോകൂ അല്ലെങ്കിൽ തിരിച്ചു പോകൂ. ഗോ ബാക്ക്. വീണ്ടും ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജേക്കിനെ തള്ളുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട അപ്പൂപ്പൻ താടികൾ ജേക്കിനെ വന്ന് പൊതിയും. ആദ്യം ജേക്ക് അതിനെ തട്ടിക്കളയാൻ നോക്കുന്നുണ്ടെങ്കിലും നെയ്തിരി പറയും, നോ, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ജേക്ക് ചോദിക്കുകയാണ്, വാട്ട് ആർ ദേ, അവ എന്താണ്? അപ്പോൾ നെയ്തിരി പറയും, സീഡ്സ് ഓഫ് ദ സീക്രട്ട് ട്രീ, രഹസ്യവൃക്ഷത്തിൻ്റെ വിത്തുകൾ. വെരി പ്യുവർ സ്പിരിറ്റ്സ്, വളരെ ശുദ്ധമായ ആത്മാക്കൾ. പ്യുവർ, ശുദ്ധമായ, സ്പിരിറ്റ്സ്, ആത്മാക്കൾ. വെരി പ്യുവർ സ്പിരിറ്റ്സ്. ഇത് നല്ലൊരു കാര്യമായിട്ട് നെയ്തിരിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ജേക്കിനെ അവൾ കൂടെ കൂട്ടുകയാണ്. ജേക്കിനെയും കൊണ്ട് അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ കാലിൽ തടഞ്ഞിട്ട് ജേക്ക് താഴേക്ക് വീഴുകയാണ്. വീഴുന്ന സമയത്ത് കുറേ നാവികൾ ജേക്കിന് ചുറ്റും കൂടുകയാണ്. സിനിമയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ടും കൂടെ കണ്ടുവെക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പറയണം തോന്നുന്ന ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.